നമസ്കാരം. ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ്. അതായത് ഇത് ശരിക്ക് തിരൂരിനടുത്തുള്ള തൃക്കണ്ടിയൂർ എന്ന സ്ഥലമാണ്. ഇവിടെയാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് തുഞ്ചത്ത് സ്മാരക മണ്ഡപമാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്മാരക മണ്ഡപത്തിനോട് ചേർന്ന് തന്നെയാണ് തുഞ്ചത്ത് ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ്. ഇതൊക്കെ അതിൻ്റെ പുറകുവശമാണ്. ഈ കാണുന്നതാണ് സരസ്വതി മണ്ഡപം. ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് സരസ്വതി മണ്ഡപം. സരസ്വതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളം, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു കുളം കാണാം. ആ കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു കാഞ്ഞിര തറയുണ്ട്. ഈ കാഞ്ഞിര തറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പല പ്രധാനപ്പെട്ട കൃതികളും രചിക്കപ്പെട്ടിട്ടുള്ളതും തൻ്റെ ശിഷ്യന്മാർക്ക് വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ളതും ഈ കാഞ്ഞിര ചുവട്ടിൽ വെച്ചിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനോട് ചേർന്നിട്ടാണ് ഊട്ടുപുരയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് പരിപാലിച്ച് വരുന്നത്. ഇത് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഓഡിറ്റോറിയമാണ്. അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഉൾവശം കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ നേരത്തെ കാണിച്ചു. ഇത് തുഞ്ചത്ത് സ്മാരക മണ്ഡപത്തോട് ചേർന്നിട്ട് നിലനിൽക്കുന്ന ഓഡിറ്റോറിയമാണ്. ഈ കാണുന്നതാണ് എം.ടി. വേദി. എം.ടി. വേദിക്ക് സമാന്തരമായിട്ട് വിശാലമായിട്ടുള്ള മുറ്റമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന് പുറത്ത് ആഘോഷങ്ങൾ നടക്കുക. ഈ വിശാലമായിട്ടുള്ള മുറ്റത്ത് വെച്ചാണ്, ഈ എം.ടി. വേദിയിൽ വെച്ചാണ്. അതിവിശാലമായ മുറ്റത്തോട് കൂടിയിട്ടുള്ളതാണ് എം.ടി. വേദിയാണ് ഈ കാണുന്നത്.
ടി വേദിക്ക് സമീപത്തായിട്ട് തന്നെ നിരവധി വൃക്ഷങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ആ നട്ട ആൾക്കാരുടെ പേരുകളൊക്കെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സി രാധാകൃഷ്ണൻ അദ്ദേഹം നട്ടുപിടിപ്പിച്ച മരമാണ്. ഇതിവിടെ ONV കുറുപ്പ് നട്ടുപിടിച്ച മാവാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികൾ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തിൻ്റെ പേരുകളും അവരുടെ പേരുകളൊക്കെ ഇവിടെ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. അതിനോട് ചേർത്തിട്ട് MT വേദിക്ക് സമീപത്തായിട്ട് തന്നെ ഒരു വീടുകൾ പോലെ, അതായത് കോട്ടേജ് പോലെ ഒരു 6 കോട്ടേജുകളുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉത്സവങ്ങൾ, ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് വിശിഷ്ട വ്യക്തികൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഇങ്ങനെ 6 കോട്ടേജുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോട്ടേജുകളൊന്നും പറയാൻ പറ്റില്ല, അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീട് പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള 6 വീടുകളാണ് അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്താണ്. അവരുടെ പേരുകളൊക്കെ അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് കുട്ടികളുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കുട്ടികളുടെ വായനശാലയാണ്. വായനശാലയുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് മലയാള സാഹിത്യത്തിൻ്റെ മ്യൂസിയമാണ് ഈ കാണുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഒരാൾക്ക് 20 രൂപ നമുക്ക് അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് 50 രൂപയാണ് അവർ ഈടാക്കുന്നത്. ആ മ്യൂസിയത്തിൻ്റെ ഉൾവശം മലയാള ഭാഷയുടെ പഴയ അക്ഷരങ്ങൾ, അളവ് തൂക്കങ്ങൾ എന്നിവയൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾവശം വളരെയധികം ഫോട്ടോകൾ അതിമനോഹരമായിട്ട് അവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ ഒപ്പം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളും ചെറു വിവരണങ്ങളും നൽകിയിട്ടുണ്ട്. അവിടെ പറ, നാഴി, ഇടങ്ങഴി, പിന്നെ വിളക്ക് എന്നിവയൊക്കെ അവിടെ, ഇതൊക്കെ പഴയ കാലത്തെ സാധനങ്ങളാണ്. അതൊക്കെ അവിടെ ഈ മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മ്യൂസിയത്തിൻ്റെ ഉൾവശമാണ്. ഇപ്പോൾ ഈ സമയത്ത് നോമ്പിൻ്റെ സമയമായതുകൊണ്ടോ എന്തോ അറിയില്ല, അവിടെ സന്ദർശകരൊക്കെ വളരെ കുറവാണ്. പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഫോട്ടോ ചിത്രം, ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ചിത്രമാണ് അവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതിമയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. 16-ാം നൂറ്റാണ്ടിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. ആധുനിക മലയാള കാവ്യ ഭാഷയ്ക്ക് അടിത്തറയിട്ട മഹാവ്യക്തിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജന്മം നമ്മൾ പറഞ്ഞു തിരൂരിൽ തൃക്കണ്ടിയൂരിലെ തുഞ്ചംപറമ്പ് എന്ന സ്ഥലത്താണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേരളീയ ആചാര്യൻ എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്.
അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ 1495 അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ തിരൂരിൽ ജനിച്ച് പിന്നെ വർഷങ്ങൾ അദ്ദേഹം ദേശാടന ശേഷം ചിറ്റൂരിലെ ശോകനാശിനി പുഴയുടെ തീരത്ത് ഒരു ഗുരുമഠം സ്ഥാപിച്ചു. അവിടെ വെച്ച് അദ്ദേഹം സമാധിയായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വർഷം, സമാധിയായ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ആ മ്യൂസിയത്തിൻ്റെ ഉൾവശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പാണ് ഇത് പൂർണ്ണമായും സംരക്ഷിച്ച് പോരുന്നത്. മ്യൂസിയത്തിനുള്ള വശത്ത് കേരളത്തിലെ മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ഫോട്ടോകൾ, ആ ഫോട്ടോയ്ക്ക് ചേർന്ന് അവരെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒ. വിജയനുണ്ട്, VT ഭട്ടതിരിപ്പാട്, ONV കുറുപ്പ്, പിന്നെ അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ ഫോട്ടോ, അതിനോട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറിപ്പ്, പിന്നെ G. ശങ്കരപ്പിള്ള, കുമാരനാശാൻ, അങ്ങനെ എല്ലാ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പഴയ സാഹിത്യകാരന്മാരുടെ ഫോട്ടോകളും അവരെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണങ്ങളും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് കടന്നു. ഇനി നേരെ പോകുന്നത് ലൈബ്രറി ഹാളിലേക്കാണ്. ഇവിടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ ഗവേഷണ കേന്ദ്രം എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ പുസ്തകങ്ങളൊന്നും പുറത്ത് വെച്ചിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തുഞ്ച സ്മാരക ഗവേഷണ കേന്ദ്രം എന്ന്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് പെർമിഷനൊക്കെ വിളിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഈ പുസ്തകങ്ങളൊക്കെ മറ്റൊരു ഭാഗത്ത് ഗ്ലാസ് ഇട്ട് വെച്ചിട്ട് അതിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള പുസ്തകം പറഞ്ഞാൽ അവർ അതെടുത്ത് നമുക്ക് തരും. അവിടെ ഇരുന്ന് വായിക്കുക, അതപ്പോൾ തന്നെ അവിടെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം നിലനിൽക്കുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം പോയിട്ട് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. ആവശ്യപ്പെട്ട പുസ്തകം അവരെടുത്ത് തരും. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിക്കുക. വായനാ റൂമാണിത്. ഇവിടെ നിന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.